നമസ്കാരം. അടുത്ത ആഴ്ച ആരംഭിക്കാനിരിക്കുന്ന ICC ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ സമ്മാനത്തുക അങ്ങനെ പുറത്തുവിട്ടിരിക്കുകയാണ്. 8 വർഷങ്ങൾ നീണ്ട ഗ്യാപ്പിന് ശേഷം പുനരാരംഭിക്കുന്ന ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുന്നതും 8 ടീമുകൾ തന്നെയാണ്. പാകിസ്ഥാനാണ് നിലവിലെ ചാമ്പ്യൻസ് ട്രോഫി അവകാശികൾ. 2017 അവസാനത്തെ എഡിഷനിൽ ഇന്ത്യയെ തകർത്ത് വിട്ടാണ് അവർ കന്നി കിരീടത്തിൽ മുത്തമിട്ടത്. ഇത്തവണയും പാക് പട തന്നെ കിരീടം നിലനിർത്തുമോ അതോ പുതിയ ചാമ്പ്യന്മാരെ ടൂർണമെന്റിൽ കാണാൻ സാധിക്കുമോ എന്നാണ് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത്. സ്വന്തം നാട്ടിലാണ് ടൂർണമെന്റ് എന്നത് പാകിസ്ഥാന് പ്ലസ് പോയിന്റുമാണ്. ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രമാണ് ദുബായിലേക്ക് മാറ്റിയിരിക്കുന്നത്. വലിയ സമ്മാന തുകയാണ് ചാമ്പ്യന്മാർക്കും അതുപോലെ ടൂർണമെന്റിൽ മികച്ച പ്രകടനങ്ങൾ നടത്തുന്ന ടീമുകൾക്കും ICC പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിജയികളാകുന്ന ടീമിന് ചാമ്പ്യൻസ് ട്രോഫിക്കൊപ്പം 20,80,00,000 രൂപയും സമ്മാന തുകയായി ലഭിക്കും. എന്നാൽ ഫൈനലിൽ തോൽക്കുന്നവർ അധികം നിരാശരാകേണ്ടി വരില്ല. 10,40,00,000 രൂപയാണ് അവർക്ക് കിട്ടാൻ പോകുന്ന സമ്മാന തുകയായിട്ട്. സെമി ഫൈനലിൽ പരാജയപ്പെടുന്ന 2 ടീമുകൾക്കും കോടികൾ ലഭിക്കും. സെമിയിൽ പുറത്താകുന്ന 2 ടീമുകൾക്കും 5,20,00,000 രൂപയാണ് സമ്മാന തുകയായി കിട്ടാൻ പോകുന്നത്. 8 ടീമുകളുടെ ടൂർണമെന്റിൽ 5-6 സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യുന്നവർക്ക് 3 കോടി രൂപ വീതം കിട്ടും. 7-8 സ്ഥാനങ്ങളിൽ എത്തുന്ന ടീമുകൾക്കാകട്ടെ 1,20,00,000 രൂപ വീതവും സമ്മാന തുകയായി കിട്ടുന്നതാണ്. ഇനി ഓരോ കളിയിലും ജയിക്കുന്ന ടീമിന് ലഭിക്കാൻ പോകുന്നത് 29,00,000 രൂപ വീതമാണ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ പങ്കെടുക്കുന്ന 8 ടീമുകളെ 4 വീതമാക്കി 2 ഗ്രൂപ്പുകളിലായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഫൈനലിൽ ഉൾപ്പെടെ ആകെ 15 മത്സരങ്ങൾ മാത്രമേ ടൂർണമെന്റിൽ ഉള്ളൂ. ഗ്രൂപ്പ് എയിൽ ഇന്ത്യ, പാകിസ്ഥാൻ, ന്യൂസിലൻഡ്, ബംഗ്ലാദേശ് എന്നിവരാണുള്ളത്. ഗ്രൂപ്പ് ബിയിൽ ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, സൗത്ത് ആഫ്രിക്ക, അഫ്ഗാനിസ്ഥാൻ എന്നിവരും അണിനിരക്കുന്നുണ്ട്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഓരോ ടീമും പരസ്പരം 8 തവണയാണ് ഏറ്റുമുട്ടുക. ഗ്രൂപ്പിൽ ആദ്യ 2 സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യുന്നവർ സെമി ഫൈനലിലേക്ക് മുന്നേറുകയും ചെയ്യും. മാർച്ച് 4-5 തീയതികളിലായിട്ടാണ് സെമി ഫൈനലുകൾ നടക്കാനിരിക്കുന്നത്. ആദ്യ സെമി ദുബായിലും രണ്ടാമത്തേത് ലാഹോറിലുമാണ്. കലാശ പോരാട്ടം മാർച്ച് 9-നും നടക്കുന്നതാണ്. ഇന്ത്യ ഫൈനലിലേക്ക് യോഗ്യത നേടിയാൽ മത്സരം ദുബായിലായിരിക്കും നടക്കുക. എന്നാൽ ഫൈനലിൽ ഇന്ത്യ ഇല്ല എങ്കിൽ കിരീടപ്പോര് ലാഹോറിലായിരിക്കും നടക്കുക. പകലും രാത്രിയുമായിട്ടാണ് മുഴുവൻ മത്സരങ്ങളും സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 മുതലാണ് എല്ലാ മത്സരങ്ങളും ആരംഭിക്കുക. 1998 ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിന് ICC തുടക്കമിട്ടത്. ഇതുവരെയുള്ള ചരിത്രം എടുത്താൽ 8 തവണ മാത്രമേ ടൂർണമെന്റ് നടന്നിട്ടുള്ളൂ. കൂടുതൽ തവണ ട്രോഫി സ്വന്തമാക്കാനായത് ഇന്ത്യക്കും ഓസ്ട്രേലിയക്കുമാണ്. 2 തവണ വീതം ഇരു ടീമുകളും ചാമ്പ്യന്മാരായിട്ടുണ്ട്. 2002-2013 വർഷങ്ങളിലായിരുന്നു ഇന്ത്യയുടെ കിരീട വിജയങ്ങൾ. ഇതിൽ 2002-ൽ ശ്രീലങ്കയ്ക്കൊപ്പം സംയുക്ത വിജയികളായിരുന്നു ഇത്. മഴ കാരണം നിശ്ചിത ദിവസവും റിസർവ് ദിനത്തിലും ഫൈനലിൽ മുടങ്ങിയതോടെ ഇരു ടീമുകളും കിരീടം പങ്കുവയ്ക്കുകയായിരുന്നു. അതുപോലെ തന്നെ 2006-2009 വർഷങ്ങളിൽ തുടർച്ചയായി 2 തവണയാണ് ഓസ്ട്രേലിയൻ ടീം ഫൈനലിൽ വിജയികളായി മാറിയത്. 1998 പ്രഥമ എഡിഷനിലെ ജേതാക്കൾ സൗത്ത് ആഫ്രിക്കയായിരുന്നു. ന്യൂസിലൻഡ്, ശ്രീലങ്ക, വെസ്റ്റ് ഇൻഡീസ്, പാകിസ്ഥാൻ എന്നിവരും ഓരോ തവണ ചാമ്പ്യൻ പട്ടം അലങ്കരിച്ചിരിക്കുകയാണ്.